ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും പണപ്പെരുപ്പം സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു വലിയ ഊർജ്ജ വിപ്ലവത്തിന്റെ വക്കിലാണ്. പതിറ്റാണ്ടുകളായി നാം ആശ്രയിക്കുന്ന ഇറക്കുമതി ചെയ്ത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം നമ്മുടെ സ്വന്തം മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ എന്ന ഹരിത ഇന്ധനം അടുക്കളകളിലേക്കും നിരത്തുകളിലേക്കും കടന്നു വരികയാണ്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി അടുത്തിടെ നടത്തിയ പ്രഖ്യാപനത്തിൽ ഈ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വിലയേറിയ LPG സിലിണ്ടറുകൾക്ക് പകരമായി വിപണിയിലെത്തുന്ന എഥനോൾ സ്റ്റൗവുകളും പരിസ്ഥിതി ദിനത്തിൽ മാരുതി സുസുക്കി പുറത്തിറക്കാൻ പോകുന്ന 100% എഥനോളിൽ പ്രവർത്തിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ കാറുകളും ഇന്ത്യയുടെ സാമ്പത്തിക പാരിസ്ഥിതിക രംഗങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഇത് കേവലം ഒരു പുതിയ ഉൽപ്പന്നത്തിന്റെ വരവല്ല, മറിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കുള്ള നിർണായകമായ ഒരു ചുവടുവെപ്പാണ്. ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളെയും ഹോട്ടൽ വ്യവസായങ്ങളെയും സംബന്ധിച്ചിടത്തോളം പാചകവാതക വില എന്നത് എക്കാലത്തും ഒരു വലിയ തലവേദനയാണ്. പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിലവർദ്ധനവ് ചെറുകിട ഹോട്ടലുകളെയും കാറ്ററിംഗ് സ്ഥാപനങ്ങളെയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിതിൻ ഗഡ്കരി അവതരിപ്പിച്ച പുതിയ എഥനോൾ സ്റ്റൗ സാങ്കേതികവിദ്യയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ 1 കിലോഗ്രാം ഗ്യാസിന് ഏകദേശം 100 രൂപയോളം ചെലവ് വരുമ്പോൾ എഥനോൾ ഉപയോഗിക്കുന്ന പുതിയ സംവിധാനത്തിൽ ഇത് കിലോയ്ക്ക് വെറും 50 രൂപയോ അതിൽ താഴെയോ ആയി കുറയുന്നു. അതായത് പാചകത്തിനായുള്ള ഇന്ധന ചെലവ് നേർപകുതിയായി കുറയുന്നു. ലാഭത്തിന്റെ മാർജിൻ വളരെ കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരുടെ ഭക്ഷണശാലകൾക്കും തട്ടുകടകൾക്കും ഈ പകുതി വിലയ്ക്കുള്ള ഇന്ധനം ഒരു വലിയ ആശ്വാസമാണ്. ഇതുവഴി ഉൽപ്പാദന ചെലവ് ഗണ്യമായി കുറയുകയും അത് ആത്യന്തികമായി ഉപഭോക്താക്കൾക്ക് കൂടുതൽ ന്യായമായ വിലയിൽ ഭക്ഷണം നൽകാൻ വ്യാപാരികളെ സഹായിക്കുകയും ചെയ്യും. എഥനോളും വെള്ളവും ചേർന്ന മിശ്രിതം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ പുതിയ സ്റ്റൗവുകൾ യാതൊരുവിധ പുകയും മലിനീകരണവും ഉണ്ടാക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയ ഈ സംവിധാനം ഉടൻ തന്നെ വൻതോതിൽ വിപണിയിൽ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഈ പുതിയ സ്റ്റൗവുകളുടെ നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനായി സർക്കാർ പ്രത്യേക സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ പദ്ധതിയിടുന്നുണ്ട്. വിപണിയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് കാരണമാകും. പുതിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്: എന്താണ് യഥാർത്ഥത്തിൽ എഥനോൾ? ഇത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭയാനകമായ ഏതെങ്കിലും രാസവസ്തുവാണോ? ഒരിക്കലുമല്ല. ലളിതമായി പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരുതരം ആൽക്കഹോളാണ് എഥനോൾ. കരിമ്പ്, കേടായ ധാന്യങ്ങൾ, ചോളങ്ങൾ, മറ്റ് കാർഷിക അവശിഷ്ടങ്ങൾ എന്നിവ പുളിപ്പിച്ചാണ് ഇത് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എന്നെങ്കിലും തീർന്നു പോകാൻ സാധ്യതയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എഥനോൾ നമുക്ക് എക്കാലത്തും പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഓർഗാനിക് ഇന്ധനമാണ്. മുൻകാലങ്ങളിൽ പഞ്ചസാര ഫാക്ടറികളിൽ നിന്നുള്ള ഒരു ഉപോൽപ്പന്നം മാത്രമായിരുന്നു ഇത്. എന്നാൽ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എഥനോളിനെ മികച്ച ഒരു ഇന്ധനമാക്കി മാറ്റാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളൽ വളരെ കുറവായതിനാൽ ആഗോള താപനത്തിനെതിരെ പൊരുതുന്ന ലോകത്തിന് ഇതൊരു മികച്ച ക്ലീൻ എനർജി ഓപ്ഷനാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നും അമിതമായ കാർബൺ എമിഷനുകളിൽ നിന്നും ശ്വാസം മുട്ടുന്ന നമ്മുടെ പരിസ്ഥിതിക്ക് എഥനോളിൻ്റെ ഉപയോഗം ഒരു വലിയ ആശ്വാസമാണ് നൽകുന്നത്. എഥനോൾ വിപ്ലവത്തിൻ്റെ ഏറ്റവും മനോഹരമായ വശം അത് രാജ്യത്തെ കർഷകർക്ക് നൽകുന്ന സാമ്പത്തിക ഭദ്രതയാണ്. നിലവിൽ ഇന്ത്യ തങ്ങളുടെ ഇന്ധന ആവശ്യങ്ങളുടെ 87% നിറവേറ്റുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെയാണ്. ഇതിനായി ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളറാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത്. എഥനോൾ ഉപയോഗം വർദ്ധിക്കുന്നതോടെ ഈ ഭീമമായ ഇറക്കുമതി ബില്ലിൽ വലിയൊരു കുറവ് വരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ ലാഭിക്കുന്ന പണം വിദേശ രാജ്യങ്ങളിലെ എണ്ണ കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ കർഷകരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. കരിമ്പും ചോളവും കൃഷി ചെയ്യുന്ന കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരമായ വിലയും മികച്ച വിപണിയും ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കും. കാർഷിക അവശിഷ്ടങ്ങൾ പോലും എഥനോൾ ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ പാഴായി പോകുന്ന വസ്തുക്കളിൽ നിന്ന് പോലും കർഷകർക്ക് വരുമാനം കണ്ടെത്താനാകും. രാജ്യത്തെ അന്നമൂട്ടുന്ന കർഷകർ രാജ്യത്തിന് ഊർജം നൽകുന്ന ഇന്ധനദാതാവായി മാറുന്ന ഒരു ചരിത്രപരമായ മാറ്റത്തിനാണ് ഇതിലൂടെ നാം സാക്ഷ്യം വഹിക്കുന്നത്. വിദേശ നിക്ഷേപങ്ങളുടെ ഒഴുക്കും ബാങ്കിംഗ് വിപണിയിലെ പണലഭ്യതയും വർദ്ധിക്കുന്നതിന് സമാനമായ ഒരു സാമ്പത്തിക ഉണർവ് ആഭ്യന്തര ഇന്ധന ഉൽപ്പാദനത്തിലൂടെ രാജ്യത്തിന് കൈവരിക്കാനാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അടുക്കളകളിൽ എഥനോൾ സ്റ്റൗവുകൾ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യൻ നിരത്തുകളിലും ഈ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ഇന്ത്യയിലെ ആദ്യത്തെ 100% എഥനോളിൽ പ്രവർത്തിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ഓട്ടോമൊബൈൽ രംഗത്ത് വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ പെട്രോളിൽ ചെറിയ ശതമാനം എഥനോൾ കലർത്തിയാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ വരാനിരിക്കുന്ന മാരുതിയുടെ ഈ പുതിയ വാഹനം പെട്രോൾ ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ശുദ്ധമായ E100 ഇന്ധനത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കാൻ പ്രാപ്തമായിരിക്കും. മാരുതിയുടെ ജനപ്രിയ മോഡലുകളായ വാഗണാർ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഫ്രോങ്സ് എന്നിവയുടെ ഫ്ലെക്സ് ഫ്യൂവൽ പതിപ്പായിരിക്കും ഇതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തികച്ചും എഥനോളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്കായി അടുത്തിടെ സർക്കാർ പ്രത്യേക പരിശോധനാ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ അവതരണം. ലിറ്ററിന് 100 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്ന പെട്രോളിനെ അപേക്ഷിച്ച് ലിറ്ററിന് ഏകദേശം 65 രൂപ മാത്രം വില വരുന്ന എഥനോൾ വാഹന ഉടമകളുടെ യാത്രാ ചെലവ് ഗണ്യമായി കുറയ്ക്കും. ദൈനംദിന യാത്രകൾക്കായി കാറുകളെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്കും പ്രൊഫഷണലുകൾക്കും ഈ സാങ്കേതികവിദ്യ നൽകുന്ന സാമ്പത്തിക ലാഭം ചെറുതായിരിക്കില്ല. ഒപ്പം പരിസ്ഥിതി മലിനീകരണം വൻതോതിൽ കുറയ്ക്കാനും ഈ ഹരിത വാഹനങ്ങൾക്ക് കഴിയും. ഏതൊരു പുതിയ സാങ്കേതികവിദ്യയും നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. എഥനോൾ വിപ്ലവവും ഇതിനൊരു അപവാദമല്ല. ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ധനത്തിന്റെ ലഭ്യതയാണ്. നിലവിൽ പെട്രോൾ പമ്പുകളിൽ ഉള്ളതുപോലെ എഥനോൾ ലഭ്യമാക്കുന്ന വിതരണ ശൃംഖലകൾ രാജ്യത്ത് വ്യാപകമല്ല. E100 ഇന്ധനം നിറയ്ക്കുന്നതിനായി രാജ്യത്തുടനീളം പുതിയ പമ്പുകളും വിതരണ കേന്ദ്രങ്ങളും സ്ഥാപിക്കുക എന്നത് വളരെ സമയമെടുക്കുന്നതും ഭാരിച്ച മുതൽമുടക്ക് ആവശ്യമുള്ളതുമായ ഒരു കാര്യമാണ്. എഥനോൾ സ്റ്റൗകളുടെ കാര്യത്തിലും സമാനമായ വിതരണ ശൃംഖല രൂപപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന വിഷയം വാഹനങ്ങളുടെ നിർമ്മാണ ചെലവാണ്. സാധാരണ പെട്രോൾ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി എഥനോളിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ മാറ്റം വരുത്തിയ ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ നിർമ്മിക്കാൻ വാഹന നിർമ്മാതാക്കൾക്ക് അല്പം കൂടുതൽ ചെലവ് വന്നേക്കാം. ഇത് വാഹനങ്ങളുടെ പ്രാരംഭ വിലയിൽ ചെറിയ വർധനവും കാരണമായേക്കും. കൂടാതെ തുടർച്ചയായ എഥനോൾ ഉൽപ്പാദനത്തിന് വൻതോതിൽ കാർഷിക വിളകൾ ആവശ്യമായി വരുമെന്നതിനാൽ ഇത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്കയും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും മറ്റുമുള്ള എഥനോൾ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പ്രതിസന്ധികളെല്ലാം തന്നെ പ്രാരംഭഘട്ടത്തിലെ സ്വാഭാവിക ബുദ്ധിമുട്ടുകൾ മാത്രമാണെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ സാങ്കേതികവിദ്യ വികസിക്കുന്നതിനോടെ ഇവയെല്ലാം പരിഹരിക്കപ്പെടുമെന്നും വിദഗ്ധർ ഉറപ്പു നൽകുന്നു. ആഗോള പണപ്പെരുപ്പവും ഇന്ധന പ്രതിസന്ധികളും ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ അലട്ടുമ്പോൾ ഇന്ത്യ നടത്തുന്ന ഈ ബദൽ അന്വേഷണങ്ങൾ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. എഥനോൾ അധിഷ്ഠിതമായ ഊർജ്ജ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നതിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നത് കേവലം ഇന്ധനവില കുറയ്ക്കുക എന്നത് മാത്രമല്ല, അത് പരിസ്ഥിതി സംരക്ഷണവും കർഷകരുടെ ഉന്നമനവും സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ വികസന കാഴ്ചപ്പാടാണ്. നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇത്തരം നൂതനവും പ്രതിരോധ ശേഷിയുള്ളതുമായ ചട്ടക്കൂടുകൾ അത്യന്താപേക്ഷിതമാണ്. വരും കാലങ്ങളിൽ പുതിയ സാമ്പത്തിക നയങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും എഥനോൾ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ വിതരണം സുഗമമാക്കാനും വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങൾ സംയുക്തമായി പ്രവർത്തിച്ചു വരികയാണ്. എഥനോൾ സ്റ്റൗകൾ ജനപ്രിയമാകുന്നതോടെ അടുക്കളയിലെ പുകച്ചിലുകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും വലിയൊരു പരിധിവരെ പരിഹാരമാകും. നിരത്തുകളിൽ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ പെരുകുന്നതോടെ അന്തരീക്ഷവായു കൂടുതൽ ശുദ്ധമാവുകയും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാവുകയും ചെയ്യും. മാറ്റങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ലെങ്കിലും ശരിയായ ദിശയിലുള്ള ഈ ചുവടുവെപ്പുകൾ ഭാവി തലമുറകൾക്ക് വൃത്തിയുള്ളതും സമ്പന്നവുമായ ഒരു ഇന്ത്യയെ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാറ്റത്തെ ഉൾക്കൊള്ളാനും പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനും ഭരണകൂടത്തിനൊപ്പം പൊതുസമൂഹവും തയ്യാറാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.